So the message what God has given to me to share with you is, ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ സഭയോട് പങ്കുവയ്ക്കുവാനായി ദൈവം എന്നെ ഭരമേൽപ്പിച്ചൊരു ദൂത് എന്ന് പറയുന്നത്, what should be our attitude towards suffering? കഷ്ടതയോടുള്ള നമ്മുടെ മനോഭാവം എപ്രകാരമുള്ളതായിരിക്കും. I know that is not a good topic that everybody wants to hear it. എനിക്കറിയാം അത് കേൾക്കാൻ അത്രയ്ക്ക് രസമുള്ള ഒരു വിഷയമല്ല കഷ്ടത എന്നുള്ളത്. Everybody wants blessings and overjoy and overflowing. എല്ലാവർക്കും അനുഗ്രഹം, നിറഞ്ഞു കവിയുന്ന അനുഗ്രഹം, കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം, ഇതിനെക്കുറിച്ചൊക്കെ കാണാനും കേൾക്കാനും അറിയാനുമാണ് താല്പര്യം. No, I have never heard any mother tell to her daughter at the time of the wedding that you will have a labor pain when you get pregnant. കാരണം വിവാഹ ദിവസം ഒരു അമ്മയും തൻ്റെ മകളോട് പറയാറില്ല നിനക്ക് പ്രസവ സമയത്ത് വേദന ഉണ്ടായിരിക്കുമെന്നുള്ള കഷ്ടതയുടെ കാര്യം ഒന്നും പറയാറില്ല. അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടോ നിങ്ങളുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ കല്യാണം കഴിക്കാൻ നേരത്ത്? ഞാൻ അറിയാൻ ചോദിച്ചതാ. അതെ, കാരണം I don't think that any mother or father will tell her daughter that after the wedding, you are going to be pregnant and you are going to suffer a lot during the pregnancy period and it's a labor pain is too tough. ഞാൻ ചിന്തിക്കുന്നില്ല ഒരു മാതാപിതാക്കളും അങ്ങനെ പറയുമെന്ന്. വിവാഹശേഷം നീ ഗർഭവതിയാകും, പിന്നെ ഈ പ്രസവവേദന എന്ന് പറയുന്നത് ഒടുക്കത്ത വേദനയായിരിക്കും എന്നൊന്നും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. That's a hidden thing, but that's in the package. അതിനർത്ഥം പ്രസവവേദന ഇല്ലെന്നല്ല, ഗർഭവേദന ഇല്ലെന്നല്ല, അത് അതിനകത്തുള്ളതാണ്. അതാ വിവാഹം എന്ന് പറഞ്ഞ പാക്കേജിനകത്തുള്ളതാണ് ഈ ലേബർ പെയിനും ഈ സാധനങ്ങളും എല്ലാം. സോ ഇൻ ദ സെയിം മാനർ സഫറിങ് ഈസ് ഇൻ ദ പാക്കേജ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. അതുകൊണ്ട് തന്നെ ക്രിസ്തീയ ജീവിതത്തിനകത്ത് ഈ പറയുന്ന കഷ്ടത ഒഴിവാക്കപ്പെടാൻ പറ്റാത്ത ഒന്നാണ്. It's there. അതിനകത്തുണ്ട് അത്. And we have to be aware of that. നമ്മൾ ആ സത്യത്തെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. So what does Bible teach about suffering? അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം കഷ്ടതയെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നോക്കാം. Because this church name is Full Gospel Church, I have to give what you can expect in your Christian life. കാരണം നമ്മുടെ സഭയുടെ പേര് തന്നെ പൂർണ്ണ സുവിശേഷ സഭ, ഫുൾ ഗോസ്പൽ ചർച്ചാണ്. ഭാഗികമായിട്ടുള്ള സത്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കരുത്, മുഴുവനായിട്ടും തിരുവെഴുത്തിൽ എന്താണോ പറയുന്നത് അതെല്ലാം നിങ്ങൾ അറിയാൻ ബാധ്യസ്ഥരാണ്. And Peter in the first epistle has spared some portion to explain what suffering is, what type of sufferings a Christian has to face, and what should be our attitude towards suffering. അതുകൊണ്ട് തന്നെ അപ്പോസ്തലനായ പത്രോസ് ദൈവസഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ കഷ്ടത എന്താണ് എന്നും ദൈവസഭ അനുഭവിക്കേണ്ടുന്ന കഷ്ടത എപ്രകാരമുള്ളതാണ് എന്നും ഏതൊക്കെ വിധത്തിലൂടെ കഷ്ടങ്ങളിലൂടെ ഒരു ദൈവ പൈതൽ തൻ്റെ ജീവിത കാലയളവിൽ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതിനെയും കുറിച്ച് വിശദീകരിക്കേണ്ടുന്നതിന് ചില ഭാഗങ്ങൾ തന്നെ മാറ്റിവെച്ചു. I shared some of these things 2 weeks ago in the first service, but most of you were not present at that time, so I have to repeat a few of those things as a basis and a foundation of my message. ചില 2 ആഴ്ചകൾക്ക് മുൻപായി ഞാൻ ഈ വിഷയത്തിൽ നിന്നും പ്രസംഗിച്ചത് അന്നത്തെ ഒന്നാമത്തെ വിശുദ്ധ സഭായോഗത്തിലായിരുന്നു. ഏറിയ പങ്ക് ആളുകളും അന്ന് സംബന്ധിച്ചവരല്ല ഇവിടെ ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഇന്നത്തെ പ്രസംഗത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി അതിന് അല്പമായൊന്ന് പരാമർശിച്ചിട്ട് ഞാൻ മടങ്ങി വരാം. Because that's the foundation of the message. കാരണം എൻ്റെ പ്രസംഗത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഞാൻ അന്ന് പ്രസംഗിച്ച കാര്യങ്ങളാണ്. The word suffering is used 240 times in the entire Bible. മുഴു വേദപുസ്തകത്തിലും 240 തവണ ഈ കഷ്ടത എന്ന് പറയുന്ന ഒരു പദം പരാമർശിച്ചിട്ടുണ്ട്. And out of this 240 times, 16 times it is mentioned in 1 Peter, the book we are studying. ആ 240-ൽ 16 തവണ ആ പദം പരാമർശിച്ചിരിക്കുന്നത് പുതിയ നിയമത്തിലെ, വിശേഷിച്ചും നമ്മൾ ഈ കാലയളവിൽ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന പത്രോസ് എഴുതിയ ഒന്നാം ലേഖനത്തിലാണ്. 16 times Apostle Peter mentions that word in the letter. മുഴു പുസ്തകത്തിലും 240 തവണ പരാമർശിച്ച കഷ്ടത എന്ന് പറയുന്ന ആ ആശയം അതിൽ 16 പ്രാവശ്യം ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത് പത്രോസ് എഴുതിയ ഒന്നാം ലേഖനത്തിലാണ്. And out of this 16, 6 times it is mentioned about the suffering of Christ. ഈ 16-ൽ 6 തവണ ആ കഷ്ടത ക്രിസ്തു അനുഭവിച്ച കഷ്ടങ്ങളോടുള്ള ബന്ധത്തിലായിരുന്നു ലേഖനകർത്താവ് ഉദ്ദേശിച്ചത്. But 10 times it is about the believer's suffering. പക്ഷേ 10 തവണത്തെ കഷ്ടത പരാമർശിച്ചിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ പുറകെ ഇറങ്ങി പുറപ്പെടുവാനായി ജീവിതം കൊടുത്ത
വിശ്വാസികളുടെ ജീവിതത്തിലാണ്. 6 times it was mentions about the sufferings of Christ. 6 പ്രാവശ്യം ആ കഷ്ടത പത്രോസ് ചേർത്ത് വെച്ചത് ക്രിസ്തുവിന്റെ അനുഭവങ്ങളോടുള്ള ബന്ധത്തിലായിരുന്നു. But 10 times it is mentioned about the believers' suffering. പക്ഷേ പിന്നീടുള്ള 10 പ്രാവശ്യവും കഷ്ടത പരാമർശിച്ചിരിക്കുന്നത് എന്റെയും നിങ്ങളുടെയും ജീവിതാനുഭവങ്ങളോടുള്ള ബന്ധത്തിലാണ്. So the text for today's message is 1 Peter chapter 4 verses 12 onwards. അതുകൊണ്ട് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി പത്രോസ് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 12 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ വിചിന്തനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. My message will be strictly focused on that passage. അതുകൊണ്ട് തന്നെ ആ ഒരു തിരുവെഴുത്തിൽ മാത്രം ഊന്നി നിന്നുകൊണ്ടായിരിക്കും എൻ്റെ പ്രസംഗം. Who is this man who mentions about the suffering? ഈ കഷ്ടതയെക്കുറിച്ച് പരാമർശിക്കുന്ന ഈ മനുഷ്യൻ ആരാണ്? He is a man who had gone through great suffering in his life for the sake of Christ. ക്രിസ്തുവിന് വേണ്ടി, താൻ അറിഞ്ഞ സത്യത്തിന് വേണ്ടി തൻ്റെ ജീവിത കാലയളവിൽ നിരവധിയായ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുവാനായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത മനുഷ്യനായിരുന്നു ഈ ലേഖനകർത്താവ്. Many times we know how much suffering Paul had to go through. നമ്മൾ പലപ്പോഴും പൗലോസ് അനുഭവിച്ച കഷ്ടങ്ങളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. But many times preachers very seldom preach about the sufferings of Peter. പക്ഷേ പ്രാസംഗികന്മാർ വളരെ വിരളമായി മാത്രം ഉപയോഗിച്ച് കേൾക്കുന്ന ഒരു കാര്യമാണ് പത്രോസ് അനുഭവിച്ച കഷ്ടങ്ങളെ കുറിച്ചുള്ള പ്രസംഗങ്ങൾ. Even his death was very painful and shameful. തൻ്റെ മരണം പോലും വളരെ നിന്ദാകരമായ വിധത്തിൽ അത്യന്തം വേദന നിറഞ്ഞ ഒരു മരണമായിരുന്നു അപ്പോസ്തലനായ പത്രോസിന് ചരിത്രം കൊടുത്തത്. If we study the history of the apostles, how they died, അപ്പോസ്തലന്മാരുടെ മരണത്തെക്കുറിച്ചുള്ള ചരിത്രം നമ്മൾ പഠിക്കുകയാണെങ്കിൽ Peter's death is a very painful and shameful one. പത്രോസ് ജീവിതത്തിൽ അനുഭവിച്ച മരണം എന്ന് പറയുന്നത് മറ്റുള്ളവരുമായി തട്ടിച്ചു നോക്കുമ്പോൾ അങ്ങേയറ്റം അപമാനകരമായ നിന്ദാപൂർണമായ വേദന നിറഞ്ഞ ഒരു മരണമായിരുന്നു. Many days before his death, he was in the fear of death as he continued the mission of Christ. മരണത്തിന് മുൻപേ അനേക നാളുകളിൽ മരണഭയത്തിൻ്റെ അകത്തുകൂടെ തന്നെ നടന്നു പോയിട്ടും തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ നിർവഹിച്ചവനായിരുന്നു പത്രോസ്. If we can borrow the words of Apostle Paul, these apostles were counted as sheep to be slaughtered. അപ്പോസ്തലനായ പൗലോസ് കടമെടുത്ത് ഉദ്ധരിച്ച ഒരു പഴയ നിയമത്തിലെ ഉദ്ധരണി ഞാൻ നിങ്ങളോട് പറഞ്ഞു കൊള്ളട്ടെ. അറുക്കാനുള്ള ആടുകളെ പോലെ ഓരോ ദിവസവും തങ്ങളെ തന്നെ എണ്ണി ജീവിതം നയിച്ചവരായിരുന്നു ഈ ഭക്തന്മാർ. A sheep doesn't know to where that sheep is going to be, even if it is going to be taken into the slaughtered house, sheep doesn't know. കാരണം ഈ ആടിനറിയില്ല തങ്ങളെ എങ്ങോട്ടാണ് ആട്ടിത്തെളിച്ചു കൊണ്ടുപോകുന്നത്, ഈ അറവുശാലയിലേക്കാണെന്ന് പോലും അറിയാതെ ഓരോ ദിവസവും നടന്നു നീങ്ങുന്ന ആടിന് തുല്യമായിരുന്നു അന്നത്തെ വിശ്വാസ സമൂഹം. But we as a human beings, if we know that we are going to be slaughtered tomorrow, our life will be in a very pathetic, painful situation. പക്ഷെ മനുഷ്യൻ എന്ന നിലയ്ക്ക് ചിന്തിക്കാനുള്ള ശേഷിയും ശേമുഷിയുമുള്ള ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് നമ്മളെ കൊല്ലുവാനായിട്ടാണ് കൊണ്ടുപോകുന്നത് എങ്കിൽ നമ്മുടെ ജീവിതം വല്ലാത്ത അനുഭവത്തിലായിരിക്കും. നിരവധി അസ്വസ്ഥതകൾ നമ്മെ കടന്നു പിടിക്കും. Because we have an understanding what the death is. കാരണം മരണം എന്താണ് എന്നുള്ളതിനെ കുറിച്ച്, അതിന്റെ ഭീകരത, അതിന്റെ ഭയം, അതിന്റെ വേദന എന്താണ് എന്നുള്ളതിനെ കുറിച്ച് മനുഷ്യൻ എന്ന നിലയ്ക്ക് നമുക്ക് നന്നായിട്ട് അറിയാം. In the book of Acts we see Peter was put in a prison and he knew that he is going to be slaughtered the next day soon after the Passover. അപ്പോസ്തലന്മാരുടെ പ്രവർത്തികളെ കുറിച്ച് വിശദീകരിക്കുന്ന പ്രവർത്തികളുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പത്രോസിനെ കൊല്ലുവാനായി നിശ്ചയിച്ചതിൻ്റെ തലേനാളൊക്കെ പത്രോസ് അനുഭവിച്ച മനോവ്യഥകൾ ഒരു മനുഷ്യനെന്ന നിലയ്ക്ക് തൻ്റെ മരണം മുൻകൂട്ടി വരുന്നു എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യസനവും വേദനയും. His friend James was arrested and slaughtered. കാരണം തൻ്റെ സുഹൃത്തായിരുന്ന തന്നോട് കൂടെ സുവിശേഷ വേലയിലായിരുന്ന യാക്കോബിനെ കൊന്നത് പ്രീതികരമെന്ന് യഹൂദന്മാർക്ക് പ്രീതി എന്ന് കണ്ടപ്പോൾ
അടുത്ത നറുക്ക് വീണത് പത്രോസിനായിരുന്നു. Now Peter is also caught and arrested and kept in the prison to be slaughtered. He knew what's going to happen after the Passover. കാരണം നിശ്ചയമായും പെസഹ കഴിഞ്ഞാൽ തൻ്റെ ജീവിതം തീരുമെന്നറിയാമായിരുന്ന നാളെ തൻ്റെ തല വെട്ടുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ തലേ ദിവസം ജീവിച്ച വ്യക്തിയായിരുന്നു പത്രോസ്. So Peter knew what suffering is. അതുകൊണ്ട് തന്നെ വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ലാതെ എന്താണ് കഷ്ടത എന്ന് വ്യക്തമായി വൃത്തിക്ക് മനസ്സിലാക്കിയ മനുഷ്യനായിരുന്നു For the പത്രോസ്. sake of gospel, Peter has been beaten, betrayed, tortured, tormented, and kept in prison and chains many times. സുവിശേഷത്തെ പ്രതി ക്രിസ്തുവിന്റെ സാക്ഷ്യത്തെ നിമിത്തം നിരവധി തവണ അടിയേൽക്കപ്പെട്ടു, നിരവധി തവണ പീഡനമേൽക്കപ്പെട്ടു, നിരവധി തവണ ഉപദ്രവമേൽക്കപ്പെട്ടു, നിരവധി തവണ അപമാനിക്കപ്പെട്ടു. And that man is writing about suffering because he is qualified to write about suffering. കാരണം അങ്ങനെയുള്ള തീച്ചൂളയ്ക്ക് സമാനമായ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് കഷ്ടത എന്താണ് എന്ന് പറയുവാൻ മറ്റാരേക്കാളും യോഗ്യതയുള്ളവനായിരുന്നു ലേഖനകർത്താവായ പത്രോസ്. Many people do not have, they don't know what suffering is, they don't know what persecution is, they don't know what the struggles are in the faith. കാരണം വിശ്വാസ ജീവിതത്തിൽ നേരോടെ ജീവിക്കുന്ന ഒരു മനുഷ്യനെ ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കാനായി ജീവിതത്തിൽ ഒപ്പുകൊടുത്തൊരു മനുഷ്യൻ അനുഭവിക്കുന്ന കഷ്ടതകൾ എന്താണ്, വ്യസനങ്ങൾ എന്താണ്, വേദനകൾ എന്താണ് എന്ന് അറിയാത്ത തലമുറയ്ക്ക് കഷ്ടത എന്നുള്ളത് ദഹിക്കാത്ത ആശയമായിരിക്കും. But Apostle Peter knew what suffering is in every sense. പക്ഷേ എല്ലാ അണുവിലും കഷ്ടത എന്താണ് എന്ന് നന്നായി അറിയുകയും അനുഭവിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു പത്രോസ്. He was a man tormented by people. നിരവധി തവണ യഹൂദന്മാരാൽ ഉപദ്രവമേൽക്കപ്പെട്ട വ്യക്തി, Beaten. അങ്ങേയറ്റം നികൃഷ്ടമായി അടിയേൽക്കപ്പെട്ടവൻ. He knew all kinds of sufferings in that generation. ആ തലമുറയിൽ കഷ്ടത എന്താണ് എന്നുള്ളതിനെ കുറിച്ച് വ്യാഖ്യാനം ആവശ്യമില്ലാതെ ജീവിതത്തിൽ അനുഭവിച്ച വ്യക്തി. So yes, he was writing his epistle to the saints in that area. He purposely took some time, used his pen to write about sufferings to encourage the readers. അതുകൊണ്ട് തന്നെ തന്റെ തലമുറയിലെ തന്റെ അനുവാചകരോട്, താൻ ശുശ്രൂഷിക്കുന്ന സഭയിലെ വിശുദ്ധന്മാരോട് സമയമെടുത്ത് പത്രോസ് എഴുതുകയാണ് എന്താണ് കഷ്ടത എന്നും വിശ്വാസത്തിന് വേണ്ടി നിന്നാൽ അനുഭവിക്കാനിടയുള്ള കഷ്ടതകൾ എന്തൊക്കെയാണ് എന്നും അക്കമിട്ട് പത്രോസ് നിരത്തുകയാണ്. He could have easily avoided this passage. വളരെ എളുപ്പത്തിൽ തന്നെ ഒഴിവാക്കാമായിരുന്ന ഒരു വേദഭാഗമായിരുന്നു But അത്. the Holy Spirit made him to write about the sufferings of the Christians. പക്ഷേ ഒരു വിശ്വാസിയായി ജീവിക്കുമ്പോൾ അവൻ അനുഭവിക്കാനിടയുള്ള കഷ്ടതയെ കുറിച്ച് വ്യക്തമായി എഴുതണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ലേഖനകർത്താവിനെ ഉദ്യമിപ്പിച്ചു. This was not something that he was fantasizing or prophesying about the church. കേവലം എന്തോ ഒരു ഭാവനയിൽ നിന്നും ഉരുത്തിരിഞ്ഞൊരാശയമല്ല, വരാനിരിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചുള്ള പ്രവചനമല്ല, അനുഭവിക്കുന്ന 100% സത്യമായ ഒരു അനുഭവം. This was something that he had gone through and he was going through. താൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഇന്നലകളിൽ താൻ നടന്നു നീങ്ങിയ ജീവിതത്തിന്റെ കനൽപാതകൾ. So in the chapter 4 verse 12 we read like this. 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത്. Dear friends, do not be surprised at the painful trial you are suffering as though something strange were happening to you. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന ഈ അഗ്നിശോധന ഒരു അപൂർവ കാര്യമെന്ന് നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. So he is telling his son, don't be surprised why I go through this suffering. അതുകൊണ്ട് തന്നെ വിശ്വാസികളോട് പറയുകയാണ്, സഹോദരങ്ങളെ, ഒരു വലിയ കാര്യം, പ്രതീക്ഷിക്കാത്ത കാര്യം സംഭവിച്ചു എന്ന മട്ടിൽ ജീവിതത്തിൽ എത്തപ്പെടുന്ന ഒരു പരിശോധനകളെയും ഒരു കഷ്ടതകളെയും നിങ്ങൾ കാണരുത് എന്ന്. I didn't expect that there will be
suffering for faith. കാരണം സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ ഇങ്ങനെ ഒരു കഷ്ടത വരുമെന്ന് ആരും എന്നോട് പറഞ്ഞില്ലല്ലോ. So the believers in that community, or the believers to whom he was writing, they were perplexing and wondering why this suffering came to us. കാരണം ആ തലമുറയിൽ താൻ കൂടി ഉൾച്ചേർന്ന് നിൽക്കുന്ന ആ വിശ്വാസ സമൂഹത്തിൽ ചിലരെങ്കിലും പരിഭ്രമപ്പെട്ടു പോയി, ചിലരെങ്കിലും ആശങ്കാകുലരായി അവരുടെ ജീവിതയാത്രയിൽ അവരുടെ മുമ്പിൽ തലപൊക്കിയ ചില പ്രശ്നങ്ങളുടെയും ചില കഷ്ടതകളുടെയും മുൻപിൽ they thought suffering is a strange thing for the believers. അവർ ചിന്തിച്ചത് ആർക്കാനും എപ്പോഴെങ്ങാനും വരുന്ന ഒന്നാണ് കഷ്ടത എന്നുള്ളതായിരുന്നു. Oh, this is something strange. We never expected this. We never hoped for this. It was not our expectation. അവർ പലപ്പോഴും ചിന്തിച്ചിരുന്നത് കഷ്ടത എന്ന് പറയുന്നത് ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല, അതങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും എത്തി നോക്കുകയില്ല, ഇതൊരു അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കാര്യമാണ് എന്ന് ചിന്തിച്ചിരുന്ന ചിലരുണ്ടായിരുന്നു. Paul is teaching them or telling them suffering is not to be surprised of you. Suffering is something that you can expect. It's a part of your calling. അതുകൊണ്ടാണ് പത്രോസ് വളരെ സംശയത്തിനിടയില്ലാതെ വണ്ണം തങ്ങളുടെ വിശ്വാസ സമൂഹത്തോട് പറയുകയാണ്, പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഈ വലിയ അഗ്നിശോധനയുണ്ടല്ലോ, ഈ വലിയ കഷ്ടതയുണ്ടല്ലോ, ഈ വലിയ ഒറ്റപ്പെടലുണ്ടല്ലോ, അത് അപൂർവമല്ല. നിങ്ങൾ ദൈവത്തിന്റെ വഴിയിലാണ് എന്നുള്ളതിന് നിങ്ങൾ കൊടുക്കുന്ന കപ്പമാണ് ജീവിതത്തിൽ അനുഭവിക്കുന്ന കഷ്ടത. Suffering is a part of your calling. നിങ്ങളുടെ ജീവിതത്തിന്റെ മേലുള്ള ദൈവത്തിന്റെ വിളിയെ ഉറപ്പിക്കുന്ന മുദ്രയാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ള കഷ്ടതകൾ. So this morning I would like to teach the body of Christ, if there is suffering in your life, do not be dismayed, do not be surprised. It is a part of your calling. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവസഭയോട് എനിക്ക് പറയുവാനുള്ളത്, വിശ്വാസം നിമിത്തം, ക്രിസ്തുവിനെ നിമിത്തം, ദൈവത്തിന്റെ പ്രമാണങ്ങളെ നിമിത്തം നിങ്ങൾ കഷ്ടത അനുഭവിക്കുന്നുവെങ്കിൽ ഒരു കാര്യം ഉറച്ചുകൊള്ളുക, നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നു. നിങ്ങളായിരിക്കുന്ന കൂട്ടായ്മ ദൈവത്തിന്റെ കൂട്ടായ്മ തന്നെയാണ്. So the first thing what I want to teach from the teachings of Apostle Paul is suffering is a part of our calling. അതുകൊണ്ട് തന്നെ പത്രോസ് എഴുതിയ ഈ ലേഖനത്തിൽ നിന്നും ആദ്യമായി എനിക്ക് സഭയെ പ്രബോധിപ്പിക്കാനുള്ളത്, കഷ്ടത എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ അവകാശമാണ്, ഒരു വിശ്വാസിക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. That is not a strange thing, but it is a normal thing. അത് 12 വർഷം കൂടുമ്പോൾ ഒരിക്കൽ സംഭവിക്കുന്ന ഒന്നല്ല, ദിനേന അനുഭവിക്കുന്ന ഒരനുഭവം തന്നെയാണത്. So the two things Apostle Peter is teaching the body of Christ. സഭയാം ശരീരത്തെ അപ്പോസ്തലനായ പത്രോസ് രണ്ട് കാര്യങ്ങൾ ഊന്നി പഠിപ്പിക്കുകയാണ്. Suffering is not a strange thing for the believer. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കഷ്ടത എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവമായി സംഭവിക്കുന്ന ഒരു ജീവിതാനുഭവമല്ല. Don't be amazed when sufferings come into your life. അങ്ങനെ ഒരു കഷ്ടത ജീവിതത്തിലേക്ക് വരുമ്പോൾ ഒരു അപൂർവ കാര്യം സംഭവിച്ചു എന്ന മട്ടിൽ പകച്ചു നിൽക്കരുത്. It is a normal thing. കുഞ്ഞെ, അത് ജീവിതത്തിന്റെ ദൈനംദിന അനുഭവമായി എണ്ണണം. Suffering is normal for a believer. ക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുക എന്നുള്ളത് ജീവിതത്തിന്റെ ദൈനംദിന അനുഭവമായി എണ്ണണം. That's a part of our calling and our package. നമ്മെ ദൈവം വിളിച്ചു എന്നുള്ളതിന്റെയും ദൈവത്തിന്റെ മഹാപദ്ധതിയിലും പെട്ട ഒന്നാണ് നമ്മൾ അനുഭവിക്കുന്ന സുവിശേഷത്തിന് വേണ്ടിയുള്ള കഷ്ടതകൾ. Thirdly, Peter says that മൂന്നാമതായി പത്രോസ് പ്രബോധിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. every suffering is a trial. എല്ലാ കഷ്ടതകളും ഒരു പരിശോധനയാണ്. Every suffering is a trial. എല്ലാ കഷ്ടതകളും ഒരു പരിശോധനയാണ്. Why trials come in our life? എന്തുകൊണ്ടാണ് ജീവിതത്തിൽ പരിശോധനകൾ എത്തി നോക്കുന്നത്? To make sure how are you react to it, or how are you going to handle it? എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിലോട്ട് എത്തി നോക്കുന്ന ആ കഷ്ടതകളോട് നിങ്ങൾ പ്രതികരിക്കുന്നതെന്നും എപ്രകാരമാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത് എന്നറിയാനുമുള്ള ഒരു പരിശോധന മാത്രമാണ് കഷ്ടതകൾ. What will be your attitude towards suffering? അതിനോടുള്ള നിങ്ങളുടെ പ്രതികരണം എവണ്ണമായിരിക്കും? When Job had to face suffering in his life,
തൻ്റെ ജീവിത കാലയളവിൽ ദൈവം പോലും സാക്ഷ്യം പറഞ്ഞ ഇയ്യോബിനെ കഷ്ടതയിലൂടെ കടന്നു പോകേണ്ടതായി വന്നു. He took it in a positive attitude. വളരെ കൃത്യമായി തന്നെ അവൻ ആ അനുഭവത്തെ അഭിമുഖീകരിച്ചു. He said, even if he kills me, I will serve him. ഇയ്യോബ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി അഥവാ ഈ ദൈവം എന്നെ കൊന്നാലും ഞാൻ ഈ ദൈവത്തെ വിട്ടുപിരിയുകയില്ല. But let's look at the attitude of his wife towards her husband's suffering. It's not she suffering, her husband's suffering. പക്ഷെ അതേ സമയം തന്നെ തന്നോട് കൂടെ ജീവിക്കാൻ വേണ്ടി ദൈവം ചേർത്ത് കെട്ടിയ തൻ്റെ ഭാര്യയുടെ സമീപനം ഒന്ന് നോക്കിക്കേ. ഭാര്യ അനുഭവിച്ച കഷ്ടതയോടുള്ള ബന്ധത്തിലല്ല, തൻ്റെ ഭർത്താവ് അനുഭവിച്ച കഷ്ടതയോടുള്ള ബന്ധത്തിൽ ഭാര്യയുടെ പ്രതികരണം കൂടി ചേർത്ത് വായിക്കണം. What was her attitude towards the suffering? ഇയ്യോബ് അനുഭവിച്ച തൻ്റെ ഭർത്താവ് അനുഭവിച്ച കഷ്ടതയോട് ഇയ്യോബിൻ്റെ ഭാര്യയുടെ പ്രതികരണം നമ്മൾ വായിക്കണം. Why can't you forsake your faith in God and die? കഷ്ടതയുടെ ആധിക്യം കൂടി വന്നപ്പോൾ കഷ്ടത അനുഭവിക്കുന്ന ഇയ്യോബിനെ നോക്കി ഇയ്യോബിൻ്റെ ഭാര്യ പറഞ്ഞു, ഇനിയും നീ ദൈവത്തെ മുറുകെ പിടിക്കുന്നുവോ, ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിക്കുന്നുവോ, ദൈവത്തെ തള്ളിപ്പറഞ്ഞ് നിനക്ക് ചത്തുകൂടെ? നിന്റെ വിശ്വാസം കളഞ്ഞ് പെന്തിക്കോസ് എന്ന് പറഞ്ഞ് നടക്ക കളഞ്ഞു പോയി ചാവടോ മനുഷ്യ. That was her attitude towards the suffering. അതായിരുന്നു കഷ്ടതയോടുള്ള അവളുടെ പ്രതികരണം. There were so many fellow ministers with Apostle Paul who ministered in the vineyard with Paul. പൗലോസിനോടുകൂടെ കർത്താവിൻ്റെ വയൽ പ്രദേശങ്ങളിൽ അധ്വാനിച്ചിരുന്ന പൗലോസിന് സമകാലീനരായ ശുശ്രൂഷകന്മാരുണ്ടായിരുന്നു. When persecution came against their life and ministry, അവരുടെ ജീവിതത്തിൻ്റെ നേരെ, അവരുടെ ശുശ്രൂഷയ്ക്ക് നേരെ ഉപദ്രവങ്ങൾ ഉരുണ്ടുകൂടിയപ്പോൾ Demas said, I cannot tolerate this, I cannot take this. I'm going to the world. ഒരു കാലത്ത് പൗലോസിനോട് ചേർന്ന് നിന്ന് കൊളോസ്യ സഭയ്ക്ക് ലേഖനം എഴുതിയ ദേമാസ് പിന്നത്തേതിൽ പൗലോസ് പറഞ്ഞു, ലോകത്തെ സ്നേഹിച്ച് അവൻ എന്നെ വിട്ടുപോയി എന്ന്. I cannot take this suffering. കാരണം ഈ കുരിശൊന്നും ഈ ഉപദ്രവമൊന്നും എനിക്ക് പറ്റില്ല. I don't want to be beaten for the sake of gospel. കാരണം സുവിശേഷത്തെ പ്രതി ഇത്രമാത്രം പീഡനമേൽക്കുവാൻ ഞാൻ എന്താ മണ്ടനാണോ? I don't want to be prison. I don't want to be in the prison for the gospel. കാരണം സുവിശേഷത്തെ പ്രതി കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുവാനൊന്നും എന്നെ കിട്ടില്ല. His attitude towards suffering was to reject the gospel and go and serve the world. സുവിശേഷത്തെ പ്രതി കഷ്ടതകൾ കടന്നു വന്നപ്പോൾ അത് ഏറ്റെടുക്കാൻ മനസ്സ് വയ്ക്കാതെ ലോകത്തെ സ്നേഹിച്ച് പൗലോസിനോടുകൂടെ സുവിശേഷ വേലയിലായിരുന്ന ദേമാസ് ലോകത്തെ സ്നേഹിച്ച് സുവിശേഷത്തെ വിട്ടുപോയി. There was a time in the life of Demas, he greeted the saints with Apostle Paul. അപ്പോസ്തലനായ പൗലോസിനോട് ചേർന്ന് ദൈവസഭയിലെ വിശുദ്ധന്മാരെ വന്ദനം ചെയ്തിരുന്ന ഒരു ആത്മീക പൈതൃകമുള്ള വ്യക്തിയായിരുന്നു ദേമാസ്. After that, things started to turn around. അവിടെ നിന്ന് അങ്ങോട്ട് കാര്യങ്ങൾ മറിയുവാൻ തുടങ്ങിയപ്പോൾ, when persecution came against their life and ministry, അവരുടെ ജീവിതത്തിന്റെ നേരെയും ശുശ്രൂഷയ്ക്ക് നേരെയും ഉപദ്രവങ്ങൾ തലപൊക്കിയപ്പോൾ, when they had to face great challenges against their faith and ministry, വലിയ വെല്ലുവിളികൾ തങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ തങ്ങൾക്ക് നേരിടേണ്ടി വന്നപ്പോൾ, Demas decided to reject the gospel and go and serve the world. ആ ഒരു സമയത്തിൽ ദേമാസ് ഒരു കാര്യം തീരുമാനിച്ചു, ക്രൂശിനേക്കാൾ നല്ലത് ലോകമാണെന്ന് കരുതി അവൻ ലോകത്തിലോട്ട് തിരിഞ്ഞു. Every suffering is a trial, and that trial will prove what your attitude and how strong you are in the faith. ഏതൊരു കഷ്ടതയും ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പരിശോധനയാണ്. ഏത് പരിശോധന? ആ കഷ്ടതയോടുള്ള ദൈവപൈതലിൻ്റെ പ്രതികരണവും എങ്ങനെ അവനതിനെ കൈകാര്യം ചെയ്യുന്നു എന്ന് ഉരച്ചു നോക്കാനുള്ള ഉരക്കല്ലുകളാണ് ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന ഓരോ കഷ്ടതയും. What was Paul's attitude when all these sufferings came? എല്ലാ കഷ്ടതകളും ഒരു കൊടുങ്കാറ്റെന്ന വണ്ണം ആഞ്ഞടിച്ചപ്പോൾ പൗലോസിന് അതിനോടുള്ള പ്രതികരണം എന്തായിരുന്നു? He took his pen and wrote like this. തൻ്റെ തൂലികയെടുത്ത് പൗലോസ് എഴുതുവാൻ തുടങ്ങി. Nothing can separate me from the love of God. ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നും എന്നെ വേർപിരിക്കുവാൻ ഉപദ്രവങ്ങൾക്ക് കഴിയില്ല, വാളിന് കഴിയില്ല, നഗ്നതയ്ക്ക് കഴിയില്ല, പട്ടിണിക്ക് കഴിയില്ല. And he lists all the sufferings that he suffered and that may even come against him. തനിക്കെതിരായി വന്ന എല്ലാ കഷ്ടതകളുടെയും ഒരു നീണ്ട നിര തന്നെ
പൗലോസ് അക്കമിട്ട് എഴുതി നിരത്തി. Let me ask you a question this morning. ഇന്ന് പകൽക്കാലം ഞാൻ ഒരു ചോദ്യം ദൈവസഭയോട് ചോദിക്കട്ടെ. Can you join with Apostle Paul and say, nothing can separate me from the love of God and from the call of God and from the mission of God? അപ്പോസ്തലനായ പൗലോസിനോട് ചേർന്ന് നിന്നുകൊണ്ട് നിവരെ പറയുവാൻ കഴിയുമോ? പ്രാഗൽഭ്യത്തോടെ പറയുവാൻ കഴിയുമോ? ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്നും വരുവാനുള്ളതിനാകട്ടെ, ഇപ്പോഴുള്ളതിനാകട്ടെ, ഉയരത്തിനാകട്ടെ, ആഴത്തിനാകട്ടെ എന്നെ വേർപിരിക്കുവാൻ കഴിയുകയില്ല എന്ന് എത്ര പേർക്ക് പ്രാഗൽഭ്യത്തോടെ പറയുവാൻ കഴിയും? We saw the attitude of 4 people over here. 4 പേരുടെ മനോഭാവങ്ങളെ നമ്മൾ കണ്ടു കഴിഞ്ഞു. Attitude of Job towards suffering. കഷ്ടതയോടുള്ള ഇയ്യോബിന്റെ പ്രതികരണം. That was not an easy thing. അതൊരിക്കലും the suffering that he had got, he lost everything in his life. ഒരു കാലത്തുണ്ടായിരുന്ന സകലതും നിമിഷനേരം കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന അത്യന്തം ദയനീയമായ ഒരു കഷ്ടതയായിരുന്നു അത്. Lost the financial resources. സാമ്പത്തികമായി എല്ലാം വീണടിഞ്ഞു. His children, തന്റെ മക്കളെ നഷ്ടപ്പെട്ടു. even his health. സ്വന്തം ആരോഗ്യം പോലും ക്ഷയിച്ചു പോയി. And still he says, എന്നിട്ടും ഇയ്യോബ് പറയുന്നൊരു കാര്യമുണ്ട്. I will not leave him. I will not leave my faith. ഞാൻ എൻ്റെ വിശ്വാസം തള്ളിക്കളയുകയില്ല. ഞാൻ എൻ്റെ നാഥനെ തള്ളിക്കളയില്ല. But his wife could not take it. പക്ഷെ അതേ ആശയത്തോട് ചേർന്ന് നടക്കുവാൻ തൻ്റെ ഭാര്യയ്ക്ക് കഴിഞ്ഞില്ല. She said, why can't you go and die? കാരണം ആ ഒരു കഷ്ടത വന്നപ്പോൾ അവളുടെ പ്രതികരണം ഇതായിരുന്നു, വിശ്വാസം ത്യജിച്ച് നിങ്ങൾക്ക് മരിച്ചുകൂടെ മനുഷ്യ. The other 2 people were Paul and Demas. നമ്മൾ അടുത്ത് കണ്ടുന്ന 2 ദ്വന്ദ്വം എന്ന് പറയുന്നത് പൗലോസിനെയും ദേമാസിനെയുമായിരുന്നു. Paul says, nothing can separate me from the love of God. വലിയ ഉപദ്രവങ്ങളും കടന്നു വന്നപ്പോഴും പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവയ്ക്കൊന്നും ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്നും എന്നെ വേർപിരിക്കുവാൻ കഴിയുകയില്ല എന്ന്. Demas said, it is too much. I cannot go on like this. പക്ഷേ തത്തുല്യമായ അനുഭവത്തിൻ്റെ ഒരു അംശം അനുഭവിക്കേണ്ടി വന്നപ്പോൾ ദേമാസ് ലോകത്തെ സ്നേഹിച്ച് പൗലോസിനെ വിട്ടുപോയി. Let me tell you something, dear brothers and dear sisters, this morning. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഞാൻ ഒരു കാര്യം പറയട്ടെ. Every suffering is a trial. ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന സുവിശേഷത്തെ പ്രതിയുള്ള എല്ലാ കഷ്ടതകളും നമ്മൾ ആരാണെന്ന് തെളിയിക്കാനുള്ള പരിശോധനകളാണ്. How are you going to react to the sufferings, to the pains that comes into your life? ജീവിതത്തിലേക്ക് തലയെത്തി നോക്കുന്ന കഷ്ടതകളോടുള്ള ഉപദ്രവങ്ങളോടുള്ള നമ്മളുടെ പ്രതികരണവും നമ്മളുടെ മനോഭാവവും എന്താണ് എന്ന് തെളിവായി വെളിപ്പെടുത്തുന്നതാണ് ഓരോ കഷ്ടതകളും. What is our attitude towards suffering? കഷ്ടതയോടുള്ള നമ്മുടെ മനോഭാവം എന്താണ്? When our pockets become empty, നമ്മുടെ കീശ കാലിയായി തീരുമ്പോൾ, when we lose our job, ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെടുമ്പോൾ, when we are depromoted in the workplace, ജോലി സ്ഥലങ്ങളിൽ നമ്മൾ തഴയപ്പെടുമ്പോൾ, when our neighbors becomes our enemy, നമ്മുടെ അയൽപക്കക്കാർ നമുക്കെതിരായി തിരിയുമ്പോൾ, when the whole family turns against us, മുഴുകുടുംബവും നമുക്കെതിരായി പടപ്പുറപ്പാട് നടത്തുമ്പോൾ, are you going to compromise with the world? നിങ്ങൾ ലോകത്തോട് പൊത്തുപൊരുത്തത്തിലാകുമോ? Or will you stand for Jesus? അതോ അറിഞ്ഞ സത്യത്തിനു വേണ്ടി നിങ്ങൾ നിവരെ നിൽക്കുമോ? Even if I have to die, I have to starve. പട്ടിണി കിടക്കേണ്ടി വന്നാലും പ്രാണൻ വെച്ചു കൊടുക്കേണ്ടി വന്നാലും will you stand for the truth? സത്യത്തിനു വേണ്ടി നിലകൊള്ളും. That's our forefathers did. നമുക്ക് മുമ്പേ നടന്നു മറഞ്ഞ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ കാണിച്ചു തന്ന ജീവിത മാതൃക അതാണ്. That's what the apostles did. അപ്പോസ്തലന്മാർ തങ്ങളുടെ ജീവിത കാലയളവിൽ പകർത്തി തന്ന മാതൃക അതാണ്. That's what the church fathers did. സഭാപിതാക്കന്മാർ ജീവിത കാലയളവിൽ നമുക്ക് ശേഷിപ്പിച്ച ഉസ്യത്ത് അതാണ്. Don't think that they didn't have any sufferings or persecutions or problems in their life. വിശ്വാസവീരന്മാരായി ഇന്ന് നമ്മൾ വായിക്കുന്ന അറിയുന്നവരുടെ ഒന്നും ജീവിത കാലയളവിൽ ഒരു പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഉപദ്രവങ്ങളോ അവർ അനുഭവിച്ചിട്ടില്ല എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. But they have a firm decision. പക്ഷെ അതിൻ്റെ മധ്യത്തിലും ഉറച്ചൊരു തീരുമാനം അവർക്ക് നങ്കൂരമായിട്ടുണ്ടായിരുന്നു. I will not turn back. ഒരു കാരണവശാലും ഞാൻ പുറകോട്ട് തിരിയില്ല. I will not betray Jesus. ഒരിക്കലും ഞാൻ യേശുവിനെ തള്ളിപ്പറയില്ല. I will not
turned away from my call and the vision. ഞാൻ കലപ്പയ്ക്ക് കൈവച്ച വ്യക്തിയാണ്. ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കുകയില്ല. Till my last breath, എന്റെ അവസാന ശ്വാസം വരെ I will serve Jesus. ഞാൻ യേശുവിനെ സേവിക്കും. I will serve Jesus. ഞാൻ യേശുവിനെ സേവിക്കും. They knew that this was not easy. അവർക്കറിയായിരുന്നു അവരുടെ ഈ തീരുമാനവും പ്രതിഷ്ഠയും അത്രയ്ക്ക് എളുപ്പമുള്ള ഒരു തീരുമാനമല്ല എന്ന്. They knew that they had to pay a big price for it. ഒരു വലിയ വില കൊടുക്കേണ്ടി വരുന്ന ഒരു തീരുമാനത്തിലാണ് തങ്ങൾ ഒപ്പുവെച്ചതെന്ന് അവർക്കറിയാമായിരുന്നു. That's what a songwriter who died a few months ago, he wrote like this. ചില മാസങ്ങൾക്ക് മുൻപ് തന്റെ ശുശ്രൂഷ തികച്ച് നിത്യതയിലേക്ക് കടന്നുപോയ ഒരു പാട്ടെഴുത്തുകാരൻ ഇങ്ങനെയാണ് എഴുതിയത്. പിഞ്ചു കുഞ്ഞുങ്ങളൻ ചാരനിന്ന് കെഞ്ചിടുന്നു പശിയാറ്റിടുവാൻ, ചഞ്ചലം ഏതുമില്ല എൻ്റെ ഉള്ളിൽ, തഞ്ചമേകും എൻ്റെ ആത്മനാഥൻ. He had 4 children. 4 മക്കളുണ്ടായിരുന്നു. Absolutely nothing to eat and to give to his children. തിന്നാനോ കുടിക്കാനോ ഒന്നുമില്ലാതിരുന്ന അതിദാരിദ്ര്യത്തിന്റെ അവസ്ഥ. Crying for food. ഭക്ഷണത്തിന് വേണ്ടി നിലവിളിക്കുന്നു. He don't know what to do that time. ആ കരച്ചിലിന് മുമ്പിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായാവസ്ഥയിലായിരിക്കുന്നു അദ്ദേഹം. It was at that time he wrote these lines. ആ സമയത്ത് എഴുതിയതാണ് ഈ വരികൾ. ഇത് മലയാളത്തിൽ അധികം പ്രചാരം ലഭിക്കാത്തൊരു പാട്ടായത്. I know that person very well. നന്നായി ആ ഗാനരചയിതാവിനെ എനിക്കറിയാം. ആ പാട്ട് തുടങ്ങുന്നത് ഇങ്ങനെ: കഷ്ടതയാകുന്ന ചൂളയിൽ ഞാൻ ശുദ്ധനാകുന്നതേ ദൈവ ഇഷ്ടം, കഷ്ടതയാകുന്ന ചൂളയിൽ ഞാൻ ശുദ്ധനാകുന്നതേ ദൈവ ഇഷ്ടം, വിട്ടു നീങ്ങില്ല ഞാൻ ഒട്ടുമേ പിൻ മാറുകില്ല ഭീതി തെല്ലുമില്ല, വിട്ടു നീങ്ങില്ല ഞാൻ ഒട്ടുമേ പിൻ മാറുകില്ല ഭീതി തെല്ലുമില്ല. അതിലൊരു വരിയ ഇങ്ങനെ: പിഞ്ചു കുഞ്ഞുങ്ങളൻ ചാര നിന്ന് കെഞ്ചിടുന്നു പശിയാറ്റിടുവാൻ, പിഞ്ചു കുഞ്ഞുങ്ങളൻ ചാര നിന്ന്. 62 ഈ പാട്ട് എഴുതിയെന്ന എൻ്റെ ഓർമ്മ. ഞാനല്ല, ആ ദേവദാസ് എഴുതിയത്. ആ പാട്ട് എഴുതിയിട്ട് ആ കൺവെൻഷന് പാടാനായിട്ട് ഞങ്ങളെ പഠിപ്പിച്ചതാണ്. പിഞ്ചു കുഞ്ഞുങ്ങളൻ ചാര നിന്ന് കെഞ്ചിടുന്നു പശിയാറ്റിടുവാൻ, ചഞ്ചലം ഏതുമില്ല എൻ്റെ ഉള്ളിൽ, തഞ്ചമേകും എൻ്റെ ആത്മനാഥൻ. അതെഴുതിയ ആളെ പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മുട്ടങ്കി കുറച്ചനാ. അതിൻ്റെ അവസാനത്തെ വരി ഇങ്ങനെ: ഞാൻ പെടും പാടുകൾ മാത്രമാണൻ പിൻവരും മേന്മയ്ക്കു മാറ്റുകൂട്ടും, ഞാൻ പെടും പാടുകൾ മാത്രമാണൻ പിൻവരും മേന്മയ്ക്കു മാറ്റുകൂട്ടും, താൻ പെട്ട പാടുകളാൽ തികഞ്ഞോൻ തേജസ്സിൽ ചേർത്തിടും യേശുരാജൻ, താൻ പെട്ട പാടുകളാൽ തികഞ്ഞോൻ. എല്ലാവർക്കും എഴുന്നേൽക്കാം: തേജസ്സിൽ ചേർത്തിടും യേശുരാജൻ. വാട്ട് ഈസ് യുവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് സഫറിംഗ്? കഷ്ടതയോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ്? Are you going to quit this faith? നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ ത്യജിച്ചു കളയുമോ? Or declare your faith even in the valley of shadow of death? അതോ മരണം മണക്കുന്ന താഴ്വരയിലൂടെ ഒരു വേള നടക്കേണ്ടി വന്നാലും ദൈവം നല്ലവൻ തന്നെ എന്ന് നിങ്ങൾ വിളിച്ചു പറയുമോ? No, I will not turn back. ഇല്ല കർത്താവേ, ഞാൻ ഒരിക്കലും പുറകോട്ട് തിരിയില്ല. I hold tightly to you. കർത്താവേ, ഞാൻ അങ്ങയെ മാത്രം ശരണമാക്കുന്നു. ഞാൻ അങ്ങയെ മുറുകെ പിടിക്കുമപ്പാ. I will hold tightly to you. കർത്താവേ, ഞാൻ അങ്ങയെ മുറുകെ പിടിക്കും. Nothing can separate me. കർത്താവേ, അങ്ങിൽ നിന്നും എന്നെ അടർത്തി മാറ്റുവാൻ ഇതൊന്നിനെ കൊണ്ടും സാധ്യമല്ല. I will not allow anything to separate me. കർത്താവേ, അങ്ങിൽ നിന്നും എന്നെ അകറ്റി മാറ്റുവാൻ, അടർത്തി മാറ്റുവാൻ ഇവരെ ഒന്നും ഞാൻ അനുവദിക്കില്ല. I know this is a part of my life and a part of my calling, and it is in the package. ഒന്ന് ഞാൻ അറിയുന്നു അപ്പാ, അങ്ങനെ വിളിച്ചു എന്നുള്ളതിൻ്റെ അടയാളമാണിത്. അങ്ങ് എനിക്ക് കരുതിയിട്ടുള്ള പിൻവരുന്ന മഹിമയുടെ മുൻകൂറായി തരുന്ന, അച്ചാരമായി തരുന്ന നന്മയാണ് ഈ കഷ്ടതയെന്ന് ഞാൻ അറിയുന്നു.
That's why Annamma Maman wrote like that. അതുകൊണ്ടാണ് പാട്ടെഴുത്തുകാരിയായ പ്രിയ സഹോദരി അന്നമ്മ മാമൻ ഇപ്രകാരം എഴുതി വെച്ചത്. There was every chance that she can go back and enjoy her blessings. തിരിഞ്ഞു നടക്കുവാൻ, വിട്ടുപോകുന്നതിലേക്ക് തിരിഞ്ഞു നടക്കുവാൻ നിരവധിയായ അവസരങ്ങൾ ആ പ്രിയ കർത്തൃദാസിയുടെ ജീവിതത്തിലുണ്ടായിരുന്നു. But she wrote firmly, declared her faith. No, I will not turn back. പക്ഷെ എന്നിട്ടും അവൾ വിട്ടുപോകുന്നതിനെ ഓർത്തില്ല. അതുകൊണ്ട് തന്നെ വിളിച്ചു പറഞ്ഞു, യുദ്ധം ചെയ്യും ഞാൻ ക്രിസ്തുവിനായി. Something that gives us the life to live on. കാരണം ജീവിതത്തിന് അർത്ഥം തരുന്ന ഒരു പ്രത്യാശ. Our loving heavenly Father, we just thank you for thy word. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പ്രിയ പിതാവേ, അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തിനായി സ്തോത്രം. Thank you for opening our eyes to see the truths. കർത്താവേ, അങ്ങയുടെ വചനത്തിൽ അടങ്ങിയിരിക്കുന്ന സത്യങ്ങളെ കാണുവാൻ ഞങ്ങളുടെ ആത്മീക ദൃഷ്ടിയെ പ്രകാശിപ്പിച്ചതിനായി സ്തോത്രം. Thank you for giving us the awareness that there is suffering in our faith and in our walk and our Christian life. കർത്താവേ, ഞങ്ങളിൽ അങ്ങ് നിക്ഷേപിച്ച വിശ്വാസത്തിൽ, അങ്ങയോട് ചേർന്നുള്ള ഈ ജീവിതയാത്രയിൽ കർത്താവേ, അങ്ങയെ മുറുകെ പറ്റിയുള്ള ജീവിത ശൈലിയിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് കഷ്ടതയെന്ന് അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതിനായി സ്തോത്രം. Lord, we also thank you for teaching us every suffering is a trial in our life. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ കഷ്ടതകളും ഞങ്ങൾ ആരാണെന്ന് ഞങ്ങളെ ഉരച്ചു നോക്കുന്ന ഉരക്കല്ലുകളാണെന്ന് അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതിനായി സ്തോത്രം. And also giving us the instruction what our attitude towards suffering. കഷ്ടതയോടുള്ള ഞങ്ങളുടെ പ്രതികരണവും മനോഭാവവും എപ്രകാരമുള്ളതായിരിക്കണമെന്ന് അങ്ങ് ഞങ്ങളെ ഇരുത്തി പഠിപ്പിച്ചതിനായി സ്തോത്രം. Lord, help us to those who are going through sufferings and strengthen them. കർത്താവേ, കഷ്ടതയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവർക്ക് അവരുടെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന അങ്ങയുടെ കൃപ നൽകി അങ്ങ് അവരെ ബലപ്പെടുത്തണമേ. And help us also to strengthen them, Father. കർത്താവേ, അവരെ ബലപ്പെടുത്തുവാൻ ഞങ്ങളെയും അങ്ങ് ബലപ്പെടുത്തുമാറാകണമേ. Help us to walk with them and encourage them. കർത്താവേ, അവരുടെ കഷ്ടതയുടെ ശോധനയിലൂടെ അവർ കടന്നു പോകുമ്പോൾ അവരോട് ചേർന്ന് നിൽക്കുവാൻ, നടക്കുവാൻ, ആശ്വസിപ്പിക്കുവാൻ സഭയായി ഞങ്ങളെയും അങ്ങ് ബലപ്പെടുത്തണമേ. Lord, thank you for helping me to minister thy word. പ്രിയ കർത്താവേ, strengthening my body. അങ്ങയുടെ വചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുവാനായി അങ്ങനെ അനുവദിച്ചു. എൻ്റെ ശരീരത്തെ അതിനുവേണ്ടി അങ്ങ് നിലനിർത്തിയതിനായി സ്തോത്രം. All glory, honor and praise be unto you. സകല മാനവും മഹത്വവും ആരാധനയും പുകഴ്ചയും അങ്ങേക്ക് മാത്രം. In Jesus' name we pray. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.